പണ്ട് അമേരിക്കയിലൊരു മലയാളി ടെലിഫോണിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. ഓൺലൈൻ ബുക്കിങ്ങിന് ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പ് ടെലിഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യും, പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ദാസ് എന്നാണ്. ഇനീഷ്യൽ പറഞ്ഞിട്ട് ദാസ് എന്ന് പറഞ്ഞു. അവിടെയുള്ളവർ കേട്ടത് മുഴുവനും ഡാഷ് ഡാഷ് എന്നാണ്. ഇദ്ദേഹം ദാസ് എന്ന് പറയുന്നു, അവർ കേട്ടത് ഡാഷ് എന്നാണ്. അവര് വീണ്ടും ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടി ദാസ് എന്നുള്ളതിന് അയാൾ പറഞ്ഞു ഡി ഫോർ ഡിസ്ട്രക്ഷൻ, എ ഫോർ അമേരിക്ക, എസ് ഫോർ സാം എന്ന് പറഞ്ഞു. നമ്മൾ ചില പേരുകൾ ക്ലിയർ അല്ലെങ്കിൽ അക്ഷരം എടുത്ത് ഇംഗ്ലീഷിൽ ഓരോ പേര് കൊടുക്കാറില്ലേ? ആപ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എ ഫോർ ആലപ്പുഴ, പി ഫോർ പാലക്കാട്, പി ഫോർ പാലക്കാട് എന്ന് പറയാറില്ലേ? എൽ ഫോർ ലക്ഷ്മി അല്ലെങ്കിൽ ലെഗ് എന്ന് പറയുന്ന മാതിരി ഡി ഡിസ്ട്രക്ഷൻ, എ അമേരിക്ക, എസ് സാം എന്ന് പറഞ്ഞു. ഏതായാലും ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. കാരണം അയാൾ പറഞ്ഞ വാക്കല്ല, അയാളുടെ മനസ്സിലായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇത് അത് നടന്നത് കാലത്ത് തന്നെ ഏതാണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൽ വന്ന വാർത്തയാണത്. ഇപ്പോ ഇന്ത്യയിലും ഏതാണ്ട് ആ ലെവലിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനകത്ത് ഈ രാഷ്ട്രത്തെ ബ്രേക്ക് ചെയ്യണം, നശിപ്പിക്കണം എന്നുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം വെരിഫിക്കേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാഷ്ട്രത്തെ കുത്തുവാളയെടുപ്പിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസ്ലിമിനും ഒരു ഹിന്ദുവിനും ഇനിയൊരു പക്ഷെ അവസരം കിട്ടിയെന്ന് വരില്ല, അവകാശം ഉണ്ടാവില്ല, അധികാരം ഉണ്ടാവില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വീട്ടിൽ വെക്കലേ ഉണ്ടാവുള്ളൂ. അതിന്റെ ആദ്യത്തെ പടിയാണ് 3 ദിവസം കൊണ്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന സകലതിനെയും അടിച്ചുപൂട്ടി, അടച്ചുപൂട്ടി, രണ്ടായാലും ശരിയാണ്, അടിച്ചുപൂട്ടി അല്ലെങ്കിൽ അടച്ചുപൂട്ടി ജമ്മു കാശ്മീരിൽ. ഇനി ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ എന്നിട്ട് എന്ത് ചെയ്താലും അവനെയും അടച്ചുപൂട്ടും, അടിച്ചുപൂട്ടും, ഉറപ്പാണ്. അത് മാത്രമല്ല, കേരളത്തിലും വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണിലൂടെയോ SMS-ലൂടെയോ ട്വിറ്ററിലൂടെയോ ഫേസ് പേജിലൂടെയോ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ടെലഗ്രാമിലൂടെയോ ഏത് രീതിയിലാണെങ്കിലും ശരി, രാഷ്ട്രത്തെ തകർക്കുന്ന സന്ദേശങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അത് ഡി ഫോർ ഡിസ്ട്രക്ഷൻ, എ ഫോർ അമേരിക്ക, എസ് ഫോർ സാം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അയാൾ സ്വസ്ഥമായിട്ട് അടുത്ത ദിവസം പോൾക്ക് ചിലപ്പോൾ ഉറങ്ങിയെന്ന് വരില്ല. കാരണം എൻക്വയറി വന്നുകൊണ്ടേയിരിക്കും. വാക്കുകളിലും വരികളിലുമുള്ള സന്ദേശങ്ങൾ ഈ നാടിനെ തകർക്കാനാണെങ്കിൽ ഉറപ്പാണ് അയാൾ പൂട്ടിയിരിക്കും. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം. നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നു. ഓരോ രാഷ്ട്ര സംരക്ഷണവും ശരിക്കും ന്യൂനപക്ഷ വോട്ട് ബാങ്കിനും നോക്കിക്കൊണ്ട് ചെയ്തിരുന്നു കഴിഞ്ഞ 10-65-70 വർഷം വരെ. ഇപ്പൊ അത് മാറി. ആരൊച്ചയെടുത്താലും ശരി, ഏത് ലങ്കേഷ്കർ ആയാലും ശരി, ഏത് കലബുർഗി ആണെങ്കിലും ശരി, ഏത് ബാക്കി പാർട്ടി ആണെങ്കിലും ശരി, ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, രാഷ്ട്രത്തിനെതിരെ, നമ്മുടെ സെക്യൂരിറ്റിക്ക് എതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ കറക്റ്റ് വാക്കുകളിൽ നിന്നും വരികളിൽ നിന്നും വീക്ഷണങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും എല്ലാം കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഏതായാലും യോജിച്ച വ്യക്തി ആ കസേരയിലിരുന്നപ്പോൾ ഭാരതത്തിനെ തകർക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. ന്യൂനപക്ഷത്തെ കൊന്നു, കൊലവിളിച്ചു, അല്ലെങ്കിൽ അത് ചെയ്തു, ഇത് ചെയ്തു, ആവിഷ്കാര സ്വാതന്ത്ര്യം തകർത്തു, മനുഷ്യാവകാശ ധ്വംസനം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളാനും ചാടാനും ഒന്നും പറ്റില്ല. നല്ല അസൽ സിംഹത്തെയും പുലിയെയും കരടിയെയും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ നല്ലോണം മനസ്സിലാവും. അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അടുത്ത വർഷമെങ്കിലും അങ്ങേര് പ്രധാനമന്ത്രിയാവും രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് 500-ന്റെയും 1000-ന്റെയും നിരോധിച്ച നോട്ടുകളും കള്ളനോട്ടുകളും
കള്ള പണവുമെല്ലാം അലമാരിയിൽ വെച്ചിരിക്കുന്നത് ഇയാൾ വന്നതിന് ശേഷം പുറത്തേക്ക് എടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ ഗവൺമെന്റിനെയും എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും അതൊന്നും ഏൽക്കാത്ത അത്രയും തൊലിക്കട്ടിയുള്ള പാർട്ടിയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇനി ദാസ് എന്നുള്ളത് ഡാഷ് എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷപ്പെടാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ വില കൂടി കൊടുക്കേണ്ടി വരുന്ന ലെവലിലേക്ക് പൂർണ്ണമായിട്ടും ഭാരതത്തിൻ്റെ ആഭ്യന്തര ഭരണം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും.